ആസി, ആ ഈ വൈറ്റമിൻ D3 കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നേ? ഈ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് തന്നെ ഈ ചിലപ്പം പെയിൻ കുറയാത്തൊരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ റെഫർ ചെയ്യാറുണ്ട് D3 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. പലർക്കും അത് കുറവായിരിക്കാം. ഓക്കെ, അപ്പം മെയിനായിട്ട് തന്നെ വേദന ഉണ്ടാകാം, മുടി കൊഴിച്ചിലുണ്ടാകാം, ഡിപ്രഷൻ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ ഈ വൈറ്റമിൻ D3 കുറഞ്ഞു കഴിഞ്ഞാൽ പോകും. ഓക്കെ, അപ്പോൾ ഈ D3 ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ്. ഓക്കെ, അത് ഒരു 10 to 4 മണി വരെയുള്ള സമയത്ത് നമുക്ക് ഈ സൺലൈറ്റ് കൊള്ളുന്നത് നല്ലതായിരിക്കും. പിന്നെ ചില പ്രത്യേകതരം ഭക്ഷണ പദാർത്ഥങ്ങളിലും D3യുടെ കണ്ടന്റുകളുണ്ട്. ഓക്കെ, പിന്നെ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്ലിമെന്റ് എടുക്കണം. അപ്പം തന്നെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് D3യുടെ സപ്ലിമെന്റ് എടുക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.